ഇറാനെതിരായ യുദ്ധം ആഗോള എണ്ണ പ്രതിസന്ധിയിലായി മാറിയതോടെ യുദ്ധം നിർത്താതെ എണ്ണക്കടത്ത് സുഗമമാക്കാൻ വഴികൾ തേടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ സഹായിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനത്തിന് നാറ്റോ ഉൾപ്പെടെ സഖ്യരാജ്യങ്ങൾ പിന്തുണ നൽകിയിട്ടില്ല. ശത്രു കപ്പലുകൾക്ക് മുന്നിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. ഇറാനിൽ തെഹ്റാന് പുറമെ ഹമദാൻ, ഇസ്ഫഹാൻ നഗരങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെയും US-ന്റെയും വ്യാപക ആക്രമണം തുടരുകയാണ്. MC നാസർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചത് ചില്ലറയൊന്നുമല്ല ദുരിതത്തിലാക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ സാമ്പത്തിക നിലയെ തന്നെ മോശമാക്കുന്ന രീതിയിൽ ആഗോളതലത്തിൽ ഇത് ബാധിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് US പ്രസിഡന്റിന്റെ ഇടപെടൽ. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ ഇതിനൊരു പിന്തുണ നൽകാത്ത സ്ഥിതിക്ക് ഇനി ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് ട്രംപിന്റെ നീക്കം? എന്താണ് വഴി? ജീന, വലിയ തോതിലുള്ള ഒരു സങ്കീർണതയിലാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം തുടക്കത്തിൽ ട്രംപ് കരുതിയത് നാറ്റോ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റു സഖ്യരാജ്യങ്ങളും തന്റെ ഈ ഒരു നീക്കത്തെ പിന്തുണയ്ക്കുമെന്നായിരുന്നു. കാരണം ഹോർമുസ് കടലിടുക്കിലൂടെ മറ്റ് എല്ലാ ചരക്ക് കപ്പലുകൾക്കും കടന്നു പോകാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്നായിരുന്നു വിവിധ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. ഇതിൽ ഏറ്റവും ട്രംപിനെ ഞെട്ടിച്ചിരിക്കുന്ന ജപ്പാൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. ഈ യുദ്ധത്തിൽ തങ്ങൾക്കൊരു പങ്കുമില്ല. അതുമാത്രമല്ല, യൂറോപ്യൻ താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ഹനിക്കുന്ന ഒരവസ്ഥയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ കക്ഷി ചേരാൻ തങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല. അങ്ങനെ കക്ഷി ചേരുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും. അത് തങ്ങൾ ഒരു നിലയ്ക്കും ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടിയാണ് മിക്ക രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും നയം വ്യക്തമാക്കിയത്. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ഒറ്റപ്പെടലിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ്. ഒടുവിൽ ചൈനയെങ്കിലും തനിക്ക് പിന്തുണയുമായി രംഗത്ത് വരുമെന്നൊരു പ്രതീക്ഷയാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് പങ്കുവച്ചത്. പക്ഷേ അങ്ങനെ വരുന്നില്ല എങ്കിൽ ചൈനയിലേക്കുള്ള തന്റെ സന്ദർശനം വരെ നിർത്തിവെക്കുമെന്ന ഒരു ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ചൈനയും റഷ്യയും ഒക്കെ വ്യക്തമാക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് ഇപ്പോൾ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. ഇതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷം വിപുലീകരിക്കാൻ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഏതായാലും ഈ യുദ്ധക്കപ്പലുകൾ അണിനിരത്തിക്കൊണ്ട് മറ്റ് കപ്പലുകൾക്ക് പോകാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയിരിക്കുന്നത് ശത്രു കപ്പലുകൾക്ക് ഒരു നിലക്കും ഹോർമസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതി നൽകില്ല. ഇസ്രായേലും അമേരിക്കയും മാത്രമല്ല, ഈ യുദ്ധത്തിൽ അമേരിക്കക്കൊപ്പം നിലയുറപ്പിച്ച ഒരു രാജ്യത്തിന്റെയും കപ്പലുകൾക്ക് ഈ ഹോർമസ് കടലിടുക്കിലൂടെ പോകാൻ അനുമതിയില്ല. തങ്ങളുടെ വിലക്ക് ലംഘിച്ച് ഏതെങ്കിലും കപ്പൽ അതിനെ തുനിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അവർ അന്നേരം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഊർജ്ജ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് അമേരിക്കൻ ഭരണകൂടം. ആഗോള ഊർജ്ജ സമിതി നേരത്തെ തന്നെ 400 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ചിരുന്നു. അത് പെട്ടെന്ന് ത്വരിതഗതിയിലാക്കുകയും അങ്ങനെ $100 ചൂടേക്കെങ്കിലും എണ്ണവില പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ട്രംപ് ആലോചിക്കുന്നത്. അതേസമയം ഇറാനിലുടനീളം ആക്രമണം ഇസ്രായേലും അമേരിക്കയും വ്യാപിപ്പിക്കുകയാണ്. ഇസ്ഫഹാനിൽ ഇന്നും നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിദൂര പ്രദേശങ്ങളും ഇറാനിലെ പല ഭാഗങ്ങളിലും തെഹ്റാന് പുറമെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജിന.